ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്തെന്നറിയോ? ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ചെക്കനും കണ്ടിട്ട് ഏതാണ്ട് 2 മാസം കൂടുതലായി. അപ്പോൾ അവൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വർക്കലയാണ് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വർക്കല ആൾ വന്നിട്ടേ ഇല്ല. ആളുടെ വീട് പാറശാലയാണ്. അപ്പോൾ നാട്ടിലേക്ക് വരാനായിട്ട് കണക്ഷൻ ട്രെയിൻ എടുത്താണ് വന്നത്. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അന്ന് കൊല്ലത്ത് ഇറങ്ങി. അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുന്ന വഴിയിലായിരുന്നു ബസ് വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ അന്ന് സ്റ്റേ ചെയ്തത്. പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയി അനന്തുവിൻ്റെ വീട്ടിൽ പോയതിനു ശേഷം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കലയ്ക്ക് പോകാൻ തീരുമാനിച്ചു. വർക്കല ആൾ വരാത്ത സ്ഥലമാണ്. കാരണം അവരുടെ വീട് പാറശാല ഭാഗത്തായതുകൊണ്ട് തന്നെ അവരിങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ച് വർക്കല ക്ലിഫിലായിട്ടാണ് നമ്മൾ പോയത്. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോയത്. അറിയാമല്ലോ, ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്, കാഴ്ചകളൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലിഫ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു നൈറ്റ് ടൈമാണ്. കണ്ടോ, അന്നതൊരു ഏത് ഡ്രസ്സ് കണ്ടാലും അത് എടുക്കാൻ പോകണം. അവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നിട്ട് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര വിശന്ന് തുടങ്ങി. എന്നിട്ടും കാരണം ഉച്ച സമയമാണ്. പിന്നെ ഇവിടുന്ന് കഴിക്കാനൊക്കെ നമ്മൾ തീരുമാനിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു വേണ്ട, എന്തിനാ, ഭയങ്കര ഓവർ റേറ്റഡ് ആണ് ഇവിടുത്തെ ഫുഡ്. അതുപോലെ അത്രയും ക്വാളിറ്റിയും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയി കഴിക്കാൻ. ഇവിടുന്ന് നമ്മൾ വെറും ഒരു ലൈം ജ്യൂസ് മാത്രമാണ് കുടിച്ചത്. എന്തെങ്കിലും കഴിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം അത് പറഞ്ഞു വേണ്ട, നമുക്ക് നല്ല ഫുഡ് പുറത്ത് പോയി കഴിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടുന്ന് നീങ്ങിയ ശേഷം നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരുന്നു. എനിക്ക് കറക്റ്റ് റെസ്റ്റോറൻറ്റ് അറിയത്തില്ല, എവിടെയാണെന്നുള്ളതൊക്കെ കുറേ നോക്കി ഗൂഗിൾ മാപ്പിലൊക്കെ. അവസാനം ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി, അമ്മിക്കൽ റെസ്റ്റോറൻറ്റ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, വർക്കല റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളതാണ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, വീട്ടിലുള്ള ഹോംലി ഫുഡായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടുന്ന് കാപ്പിൽ ബീച്ചിലേക്ക് വിട്ടു. കാപ്പിൽ ബീച്ചും ആളെ കണ്ടിട്ടില്ല. അപ്പം കാപ്പിൽ ഇവിടെ കാണാം. എല്ലാവർക്കും അറിയാം, കാപ്പിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കടലും കായലും ഒന്നിക്കുന്ന സ്ഥലമാണ്. ഒരു പൊഴി പോലത്തെ സ്ഥലമാണ് അവിടെ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അതുപോലെ പോകുന്ന വഴി ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. അവിടെ ഉള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു അരുളിച്ചെടിയാണ് ആ കാണുന്നത്, മഞ്ഞ അരുളി. നല്ല ഭംഗിയായിരുന്നു. ഇപ്പം ട്രെയിൻ വരാൻ വേണ്ടി നമ്മൾ കുറേ നേരം അവിടെ നിർത്തിയിട്ടിരുന്ന വീഡിയോസൊക്കെ എടുത്തിരുന്നു. പിന്നെ പതിയെ നമ്മൾ അവിടുന്ന് വിടാൻ തുടങ്ങി. നമ്മളിപ്പോൾ കാപ്പലിൽ ബീച്ചിലെത്തി. ഇത് കായലാട്ടോ അവിടുത്തെ. പണ്ടാണ് ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ വരാക്കം വളരെ കുറവാണ്. പണ്ട് എൻ്റെ കസിൻ്റെ മാരേജിൻ്റെ സേവ് ഡേറ്റ് അതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമായത്. ഇപ്പോഴും ഒരുപാട് സേവ് ഡേറ്റ് ഷൂട്ട്സ് ഇവിടെ നടക്കുന്നുണ്ട്. ബ്രൈഡ് ടു ബീസ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇപ്പോൾ ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി ഈ ഒരു സ്ഥലം ഭയങ്കര ഫേമസ് ആക്കിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട്ടുകാരും അതുപോലെ പുറത്തുള്ള കുറേ ആൾക്കാർ, ഹിന്ദിക്കാരൊക്കെ കൂടുതൽ. ഞാനിവിടെ കണ്ടുള്ള പകുതി ആൾക്കാരും പുറത്തുള്ള ആൾക്കാരായിരുന്നു. പിന്നെ ഇപ്പോൾ കയാക്കിങ്ങിനൊക്കെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. കുറേ വാട്ടർ സ്പോർട്സിൻ്റെ ഏരിയാസ് ഇവിടെ ഒക്കെ ഉണ്ട് ഇപ്പോൾ. അതുപോലെ ഇതിന് അടുത്ത് തന്നെ കുറേ കോട്ടേജസൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വെയിലായതുകൊണ്ടും തന്നെ നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. നമ്മൾ എപ്പോഴും വരേണ്ട ഈ ഒരു പ്ലേസിലൊക്കെ എപ്പോഴും വരേണ്ടത് ഒരു നൈറ്റ് സമയം അല്ലെങ്കിൽ ഒരു 4 to 5 സമയത്താണ്. പക്ഷെ നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി. കാരണം ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അതിന് വീട്ടിൽ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ ചോദിച്ചു. ആൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വീട്ടിൽ ഒരു ലീവിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോസിൽ ഉള്ളത്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.